ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളെ ഒരു ഡ്രസ് കളക്ഷൻ വ്ളോഗുമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിനായി ഞാൻ കാണിക്കുന്നത് ജസ്റ്റ് കാഷ്വൽ ടോപ്സും ക്രോപ്പ് ടോപ്സും പിന്നെ കുറച്ച് വിൻ്റർ ഔട്ട്ഫിറ്റ്സും ആണ്. അപ്പോൾ ഇത് ഞാൻ കൂടുതൽ ഇതിൽ വാങ്ങിയിരിക്കുന്ന സ്റ്റുഡിയോയിൽ നിന്നാണ്. അപ്പോൾ നമുക്ക് വ്ളോഗിലേക്ക് പോവാം. അപ്പോൾ ഗൈസ്, ഞാൻ ആദ്യം കാണിക്കുന്ന ഒരു പിങ്ക് ക്രോപ്പ് ടോപ്പ് ആട്ടോ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഫ്രണ്ട് പോർഷൻ. ഇതിൻ്റെ ബാക്ക് വന്നിട്ട് ഇങ്ങനെ ഒരു ഡിസൈൻ ആട്ടോ ഗൈസ്. അപ്പോൾ ഇത് ഞാൻ സ്റ്റുഡിയോയിൽ നിന്ന് വാങ്ങിയിരിക്കുന്ന ഒരു ക്രോപ്പ് ടോപ്പാണ്. ഇതിൻ്റെ മെറ്റീരിയൽ ഭയങ്കര സോഫ്റ്റ് ആണ്. അപ്പോൾ നമുക്ക് ഇടുമ്പോഴും ഭയങ്കര കംഫർട്ടബിൾ ആണ് ഈ ഡ്രസ്സ് ഇടാൻ. അപ്പോൾ ഇതാണ് ഞാൻ ആദ്യം കാണിച്ചിരിക്കുന്ന ഡ്രസ്സ്. അടുത്തിട്ട് ഞാൻ കാണിക്കുന്ന ഒരു വാം മെറ്റീരിയൽ ടൈപ്പാണ്. ഇതും എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ടോപ്പാണ്. ഇതും സ്റ്റുഡിയോ ആട്ടോ ഗൈസ്. ഇതിൻ്റെ മിക്ക ടോപ്പും സ്റ്റുഡിയോ തന്നെയാണ്. ഇത് നമുക്ക് ഒരു തണുപ്പ് കാലത്തൊക്കെ ഇടാൻ ഭയങ്കര നൈസായിരിക്കും. കാഷ്വൽ ഔട്ട്ഫിറ്റ് തന്നെയാണ്. നമുക്കിത് ബ്ലൂ ജീൻസിൻ്റെ കൂടെയൊക്കെ നൈസായിരിക്കും. ഇനി ഞാൻ കാണിക്കുന്ന ഒരു വിൻ്റർ ഔട്ട്ഫിറ്റാണ്. അപ്പം ഇതാട്ടോ ഡ്രസ്സ്. എനിക്ക് ഈ ഡ്രസ്സ് പൊതുവേ വലിയ ഇഷ്ടമല്ല. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് അത്രയ്ക്ക് തണുപ്പുള്ളപ്പോൾ മാത്രമേ ഈ ഡ്രസ്സ് ഇടാൻ പറ്റത്തുള്ളൂ. പിന്നെ ഒരു എസ്തെറ്റിക്നെസ് കാണിക്കാനൊക്കെ നമുക്ക് വല്ലപ്പോഴും ഇടാം. പക്ഷെ ഭയങ്കര ചൂടാണ് ഗൈസ്. ഇത് വെറുതെ ഇട്ടാൽ പോലും ഭയങ്കര ചൂടാണ്. അപ്പം നമുക്ക് അത്രയ്ക്ക് തണുപ്പുള്ളപ്പം ഇതിടാൻ വളരെ നൈസായിരിക്കും. ഇപ്പം ട്രിപ്പ് പോകുന്നവർക്കൊക്കെ ഇത് വളരെ യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ ഇത് ഞാൻ സ്റ്റുഡിയോയിൽ നിന്ന് വാങ്ങിയിട്ടുള്ളൊരു ഡ്രസ്സാണ്. ഫുൾ സ്ലീവ്, ഭയങ്കര ഒരു വെൽവെറ്റ് ടൈപ്പ് മെറ്റീരിയൽ ആട്ടോ. ഞാൻ കാണിക്കുന്ന ഒരു ക്രോപ്പ് ടോപ്പ് ആട്ടോ ഗൈസ്. അപ്പോൾ ഇത് ഞാൻ സ്റ്റുഡിയോയിൽ നിന്ന് വാങ്ങിയിട്ടുള്ളതാണ്. അപ്പോൾ ഇതൊരു 3/4 സ്ലീവ് വരുന്നത്. പക്ഷെ ഇതിൻ്റെ ബാക്ക് പോർഷൻ എനിക്ക് വളരെ ഇഷ്ടമാണ് ഗൈസ്. ഇതൊരു ഇങ്ങനെയാണ് ഇതിൻ്റെ ബാക്ക് വരുന്നത്. പക്ഷെ ഇതിട്ട് കഴിയുമ്പം നൈസാണ്. ഞാൻ നിങ്ങൾക്ക് ഇട്ട് കാണിക്കാം. ഇതെനിക്ക് വളരെ ഇഷ്ടമാണ്. ഇതിൻ്റെ നെക്കും ഭയങ്കര ഹൈ നെക്കാണ്. അപ്പം അങ്ങനത്തെ ഒരു ടൈപ്പ് ക്രോപ്പ് ടോപ്പ്. ഇതാണ് ഇതിൻ്റെ ഫ്രണ്ട്. ഇനി വന്നിട്ടൊരു നെറ്റ് മോഡല്. ഇത് കുറച്ച് എനിക്കധികം ഇഷ്ടമല്ല ഈ മെറ്റീരിയൽ ഇടാൻ. ഇത് ഭയങ്കര ചൂടാട്ടോ ഗൈസ്. അപ്പം ഇതും എനിക്ക് കുറച്ച് ലൂസും ആണ്. ഇതിൻ്റെ ഒരു പിങ്കും ഉണ്ട്, ഒരു ഗ്രീനും. ഞാനും അവളും കൂടെ ഒരുമിച്ച് വാങ്ങിയ ഒരു ഡ്രസ്സാണ്. എൻ്റെ ബർത്ത്ഡേക്ക് എനിക്ക് ഗിഫ്റ്റ് കിട്ടിയ ഒരു ഡ്രസ്സായിരുന്നു. എനിക്ക് ആക്ച്വലി എൻ്റെ പിങ്കാണ് കിട്ടിയത്. ഇത് ശരിക്കും അവളുടെ ഡ്രസ്സാണ്. ഇത് പക്ഷെ എനിക്ക് പൊതുവെ വലിയ ഇഷ്ടമില്ല. ഇതൊരു എന്നാലും ഒരു ചൂടായിട്ടിരിക്കാൻ നമ്മളെ ഭയങ്കര കംഫർട്ടബിൾ ആക്കും. അടുത്ത ഭയങ്കര കാഷ്വൽ ആയിട്ടുള്ള ഡ്രസ്സാണ്. ഇത് ഭയങ്കര സോഫ്റ്റ് മെറ്റീരിയലാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഡ്രസ്സ്. ഒരു ക്രോപ്പ് ടോപ്പാണ്. അപ്പം ഇത് ഞാൻ ബ്ലാക്ക് ജീൻസിൻ്റെ കൂടെയാണ് കൂടുതൽ ഇടാറ്. എനിക്ക് അതാണ് കുറച്ചുകൂടെ മാച്ച് ആയിട്ട് തോന്നുന്നത്. അതുകൊണ്ട് ഇത് ഭയങ്കര കംഫർട്ടബിൾ ആണ്. ഇതും ഒരു കാഷ്വൽ ഔട്ട്ഫിറ്റാണ്. ഒരു പിങ്ക് ക്രോപ്പ് ടോപ്പാണ്. ക്രോപ്പ് ടോപ്പ് എന്ന് പറയാൻ പറ്റത്തില്ല. ഇത് ഞാൻ ബ്ലൂ ജീൻസിൻ്റെ കൂടെയും ബ്ലാക്ക് ജീൻസിൻ്റെ കൂടെ എല്ലാം മാച്ച് ചെയ്യാറുണ്ട്. ഇത് സ്റ്റുഡിയോ അല്ലോ കേട്ടോ ഗൈസ്. ഞാൻ അടുത്തുള്ളൊരു കടയിൽ നിന്ന് വാങ്ങിയാണ്. എനിക്ക് ഇതുപോലത്തെ കുറേ ഡ്രസ്സുണ്ട്. ഇതുപോലത്തെ കുറേ ഡ്രസ്സ് ഞാൻ കൂടുതൽ ഇങ്ങനത്തെ ടൈപ്പ് ഡ്രസ്സാണ് വാങ്ങാറ്. കാരണം ഇവിടെ അടുത്തടുത്തൊക്കെ പോകാൻ വേണ്ടി ഇങ്ങനത്തെ ഡ്രസ്സാണ് എനിക്ക് കുറച്ചുകൂടെ കംഫർട്ടബിൾ ആയിട്ടുള്ളത്. അപ്പോൾ ഇതും ഒരു കാഷ്വൽ ഡ്രസ്സ്. ഗൈസ്, പിന്നെ നമ്മുടെ ലാസ്റ്റ് ഡ്രസ്സായിട്ടത്. ഇതിന് എന്തിനു വാങ്ങിയതെന്ന് വെച്ചാൽ നമുക്ക് ഈ വൈറ്റ് ഡ്രസ്സ് ഇപ്പോൾ കോളേജിലായാലും സ്കൂളിലായാലും ഒരു വൈറ്റ് ഡ്രസ്സ് എപ്പോഴും എന്തെങ്കിലുമൊക്കെ പരിപാടിക്ക് ആവശ്യം വരും. അപ്പോൾ എങ്ങനെ എനിക്ക് പാട്രിയോട്ടിക്കിന് ഒരു കോമ്പറ്റീഷൻ വന്നപ്പം വാങ്ങിയൊരു ഡ്രസ്സാണിത്. ഞാൻ ശരിക്കും അങ്ങനത്തെ പ്രോഗ്രാമിന് മാത്രമേ വൈറ്റ് ഡ്രസ്സ് അധികം ഇടാറുള്ളൂ. അപ്പോൾ അങ്ങനെ വാങ്ങിയൊരു ഡ്രസ്സാട്ടോ. ഇതിൻ്റെ നെക്കിൻ്റെ ഡിസൈൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഹൈ നെക്കാണ്. എനിക്ക് ഹൈ നെക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ ഗൈസ്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഏത് ഡ്രസ്സാണ് ഇഷ്ടം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ഇടണേ ഗൈസ്. അപ്പോൾ ഇന്നത്തെ എൻ്റെ വ്ളോഗ് ഇത്രേ ഉള്ളൂ. അപ്പം ഇനിയൊരു വ്ളോഗായിട്ട് നമ്മൾ കാണുന്നതായിരിക്കും. ബൈ.
And